അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഹ്മദ് ഷൗക്കിയുടെ ഖും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല ആ ഒരു കവിതയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മിസ്ർ കവിയായ ഈജിപ്ഷ്യൻ കവിയായ അമീറു ഷെറായി എന്ന പേരിൽ അറിയപ്പെടുന്ന അഹ്മദ് ഷൗക്കിയുടെ ലോക പ്രശസ്തമായ കവിതയാണ് ഖും ലിൽ മുഅല്ലിമി എന്ന് തുടങ്ങുന്ന കവിത. അധ്യാപകരെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടി ഉണർത്തുന്ന വളരെ രസകരവും ആസ്വാദ്യകരവുമായ കവിതയാണ് അഹ്മദ് ഷൗക്കി ഈ ഒരു കവിതയിലൂടെ പ്രേക്ഷകർക്ക് വായിക്കുന്നവർക്ക് കാഴ്ചവെക്കുന്നത്. തൻ്റെ കവിതാവരികൾ അദ്ദേഹം തുടങ്ങുന്നത് ഖും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അയ്യകൂന റസൂല എന്ന് പറഞ്ഞാണ്. അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ച സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗം അത് മനുഷ്യരാണ്. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗം അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരോടടുത്ത് നിൽക്കുന്ന, അവരോട് കിടപിടിക്കുന്ന സ്വഭാവവും പ്രവൃത്തിയും ചെയ്യുന്നവരാണ് അധ്യാപകർ എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ കവിത തുടങ്ങുന്നത്. ശേഷം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കവിതാവരികളിലൂടെ സൂചിപ്പിക്കുന്നത് നാമൊക്കെ ഓതി പരിചയിച്ച ആദ്യം ഇറങ്ങിയ സൂക്തങ്ങളുടെ ഭാഗത്ത് വരുന്ന അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് പറയുന്ന അള്ളാഹു എന്ന അധ്യാപകൻ അള്ളാഹു മനുഷ്യരെ പഠിപ്പിച്ചു. അന്ധതയിലുള്ള ഒരു ജനതയെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഒരു സമൂഹത്തെ, പല സമുദായങ്ങളെയും വാർത്തെടുത്തു. ഇതെല്ലാം പറഞ്ഞു വരുന്ന കവിതാശകലങ്ങൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അധ്യാപകർക്ക് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട്, അധ്യാപകരെ ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്ന കവിതാ വരികളാണ്, കവിതാ ശകലങ്ങളാണ് ഈ പറഞ്ഞു വരുന്നതെല്ലാം. ഏതായാലും നമുക്ക് കവിത മുഅല്ലിം, റെസ്പെക്ട് ദ ടീച്ചർ എന്ന് നമുക്ക് ഒറ്റയടിക്ക് അർത്ഥം വെക്കാം. അധ്യാപകന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് അതൊരു സിംബോളിക്കായിട്ടുള്ള പറച്ചിലാണ്. നിങ്ങൾ അധ്യാപകനെ കാണുമ്പോൾ ബഹുമാന സൂചനാർത്ഥം എഴുന്നേറ്റ് നിൽക്കാറുണ്ടല്ലോ. അപ്പോൾ അധ്യാപകന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ അധ്യാപകരെ ബഹുമാനിക്കുക. ഖും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അയ്യകൂന റസൂല. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഖും ലിൽ മുഅല്ലിമി, അധ്യാപകന് വേണ്ടി നീ എഴുന്നേറ്റ് നിൽക്കുക. വഫിഹ് തബ്ജീല, വഫിഹ് എന്ന് പറഞ്ഞാൽ അക്മിൽ, അതുമിം, നീ പൂർത്തിയാക്കി നൽകുക. എൻ്റെ വിപരീതം അങ്കിസ്, നീ കുറവ് വരുത്തുക, ന്യൂനത വരുത്തുക. അപ്പോൾ വഫിഹ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമാക്കി നൽകുക. തബ്ജീല, തബ്ജീൽ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ്, ബഹുമാനം, ആദരവ്. അധ്യാപകന് ആദരവ് നീ സമ്പൂർണ്ണമായി നൽകുക, അധ്യാപകന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. കാരണം എന്താണെന്നറിയോ? കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. മുഅല്ലിം എന്ന് പറഞ്ഞാൽ പ്രവാചകരെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കുന്ന, അല്ലെങ്കിൽ പ്രവാചകരോട് സ്വഭാവ സാദൃശ്യം പലതിലുമുള്ള ഒരാളാണ്. പ്രവാചകർ എന്ന വിഭാഗത്തോട് കിടപിടിക്കുന്നവരാണ് അധ്യാപകൻ. അലിംത അഷ്റഫ ഔ അജല്ല മിനല്ലദീ യബ്നി വയുൻഷിഉ അൻഫുസം വ ഉഖൂല. എന്താണ് ഇനി അവരുടെ ഉത്തരവാദിത്തം എന്ന് നിനക്കറിയുമോ? അഷ്റഫ, ഏറ്റവും ശ്രേഷ്ഠമായ, ഔ അജല്ല, ഏറ്റവും ഉന്നതമായ, മിനല്ലദീ യബ്നി, അവനിൽ നിന്നാണ്, അധ്യാപകരിൽ നിന്നാണ്, യബ്നി നിർമ്മിക്കപ്പെടുന്നു, വയുൻഷിഉ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അൻഫുസൻ നല്ല മനസ്സുകൾ, വ ഉഖൂലൻ ബുദ്ധിയും. നല്ല ബുദ്ധികൂർമ്മതയുള്ളവരും നല്ല ശരീരങ്ങളും, ശരീരങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആ ശരീരങ്ങൾ നല്ല ശരീരവും ബുദ്ധിയുള്ള ശരീരവും തൻ്റെ ഇടമുള്ള ശരീരവുമായി മാറുന്നത് അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടാണ് എന്ന് നിനക്കറിയില്ലേ? അല്ലെങ്കിൽ നീ അറിഞ്ഞോ എന്നർത്ഥത്തിലാണ്. അലിംത അഷ്റഫ ഔ അജല്ല മിനല്ലദീ യബ്നി വയുൻഷിഉ അൻഫുസം വ ഉഖൂല, അഖ്ലു ഉഖൂൽ. സുബ്ഹാനക അല്ലാഹുമ്മ, ഇനി അല്ലാഹു എത്ര പരിശുദ്ധൻ. സുബ്ഹാനക, നീ പരിശുദ്ധനായിരിക്കുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ. ഖൈറ മുഅല്ലിമിൻ, ഏറ്റവും വലിയ അധ്യാപകൻ, ഏറ്റവും നല്ല അധ്യാപകൻ ആരാണ്? അല്ലാഹുവാണ്. അല്ലാഹു തന്നെ പറയുന്നു, അല്ലംത ബിൽ ഖലമിൽ ഖുറൂനൽ ഊല. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലംത ബിൽ ഖലം, പേന കൊണ്ട് നീ പഠിപ്പിച്ചു. അൽ ഖുറൂനൽ ഊല, കഴിഞ്ഞ നൂറ്റാണ്ടുകാരെ, കഴിഞ്ഞ സമുദായങ്ങളെ നീ പഠിപ്പിച്ചു. 1-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ ആളുകളെ നീ പേന കൊണ്ട് പഠിപ്പിച്ചു. അഖ്റജ്ത ഹാദൽ അഖ്ല മിൻ ദുലുമാതിഹി, അപ്പോൾ കഴിഞ്ഞ കാലത്തെ ജനങ്ങളെ പുറപ്പെടുവിച്ചു.
മീൻ ളുലുമാത്തിഹി ഇരുട്ടിൽ നിന്ന് നീ പുറപ്പെടുവിച്ചു. ഇരുട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചു പറഞ്ഞതിൻ്റെ അപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാം പ്രകാശത്തിലേക്ക് എന്ന്. വഹദൈതുഹുന്നൂറ എന്നിട്ട് അവർക്ക് പ്രകാശം കൊണ്ട് സന്മാർഗം നൽകി. നൂറൽ മുബീന സബീലൻ അത് വഴിമാർഗമായി നൽകുകയും ചെയ്തു. അപ്പോൾ ഇരുട്ടിൽ നിന്ന് സന്മാർഗത്തിൻ്റെ വെളിച്ചം കാണിച്ച് വ്യക്തമായ പ്രകാശം കാണിച്ച് വഴി തെളിയിച്ച നീ അള്ളാഹു എത്ര പരിശുദ്ധൻ. വതബഅതഹു ബിയദിൽ മുഅല്ലിമി താറത്തൻ. അപ്പോൾ അള്ളാഹുവാണ് ഈ മുഅല്ലിമിന് ഈ കഴിവ് നൽകുന്നതും എല്ലാവർക്കും കഴിവ് നൽകുന്നത് അള്ളാഹു തന്നെയാണ്. അപ്പോൾ മുഅല്ലിമിന് പ്രത്യേകിച്ച് നൽകിയ കഴിവ് ഇങ്ങനെയാണ്. വതബഅതഹു ബിയദിൽ മുഅല്ലിമി താറത്തൻ. വതബഅതഹു നീ അവരെ വാർത്തെടുത്തു. താബ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, സ്റ്റാമ്പ് അല്ലെങ്കിൽ അച്ചടിച്ചു, സീല്, അതിനൊക്കെ പറയാറുണ്ട്. ഇവിടെ തബഅതഹു എന്ന് പറഞ്ഞാൽ അവരെ വാർത്തെടുത്തു. ബിയദിൽ മുഅല്ലിമിൻ്റെ കരങ്ങൾ കൊണ്ട്, മുഅല്ലിമിൻ്റെ അധ്യാപകൻ്റെ കരങ്ങൾ കൊണ്ട് നീ സമൂഹത്തെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് വഴി നടത്തി അവരെ സന്മാർഗത്തിലേക്ക് വാർത്തെടുത്തു. താറത്തൻ സദി അൽ ഹദീദു, താറത്തൻ അങ്ങോട്ട് ചേർത്ത് വായിക്കണം. താറത്തൻ സദി അൽ ഹദീദു, ചിലപ്പോൾ ഇരുമ്പ് തുരുമ്പെടുത്തു. വതാറത്തൻ മസ്കൂല, ചിലപ്പോൾ സംസ്കരിക്കപ്പെട്ടു. അങ്ങനെ പറഞ്ഞാൽ അധ്യാപകർ കഷ്ടപ്പെടുന്നു, പഠിപ്പിക്കുന്നു, വലിയ പ്രയാസമുള്ളവരെ, വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിൽ നിന്ന് വരെ സന്മാർഗം ദർശിച്ചവരെ വാർത്തെടുക്കുന്നു. ഉദാഹരണമായി പറഞ്ഞത് ഇരുമ്പിനോടാണ് സാദൃശ്യപ്പെടുത്തിയത്. നമുക്കറിയാം, ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന വലിയ സമുച്ചയങ്ങളുടെയൊക്കെ വലിയ ബന്ധമായിട്ട്, വലിയ താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കേന്ദ്രമായിട്ട് നിൽക്കുന്നത് ഇരുമ്പാണ്. ഒരു വാർപ്പാണെങ്കിലോ ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പില്ലർ വാർക്കപ്പെടുന്നത് ഇരുമ്പിൻ്റെ സാന്നിധ്യത്തോടു കൂടെയാണ്. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, അങ്ങനെ എന്തെടുത്ത് നോക്കിയാലും അവിടെ അയേൺ, അതിൻ്റെ ഒരു പ്രസൻസ് ഓഫ് അയേൺ നമുക്ക് കാണാൻ പറ്റും. അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ വിമാനം പോലെയുള്ള, അല്ലെങ്കിൽ അത്രയും വിലപിടിപ്പുള്ള പലതും ഉണ്ടാക്കിയെടുക്കാനും കെട്ടിടങ്ങളുടെയും മറ്റുമൊക്കെ താങ്ങും തണലായി ഒക്കെ രൂപപ്പെടുത്താൻ ഇരുമ്പ് കൊണ്ട് കഴിയും. പക്ഷേ ചിലപ്പോൾ അത് ഇരുമ്പ് തുരുമ്പെടുത്ത് വെറുതെ ഉപയോഗശൂന്യമായി പോകും. അപ്പോൾ താറത്തം മസ്കൂല, സംസ്കരിക്കപ്പെട്ടതായിട്ടും തുരുമ്പെടുത്ത ഇരുമ്പ് പോലെയായിട്ടും മാറാറുണ്ട്. പക്ഷേ ഇത് രണ്ടും മാറുന്നതിൽ അധ്യാപകൻ്റെ പരിശ്രമത്തിന് വലിയ പങ്കുണ്ട്. ഇനി അള്ളാഹുവാണ് വലിയ അധ്യാപകൻ, അള്ളാഹു അയച്ചവർ പഠിപ്പിച്ചു എന്നൊക്കെ, അവരൊക്കെ മുഅല്ലിമായിട്ട് പലരെയും നിയോഗിച്ചു എന്നൊക്കെ കവി സൂചിപ്പിക്കുന്നതിന് വേണ്ടി വരുന്നതാണ് അടുത്ത വരികൾ. അർസൽത ബിത്തൗറാത്തി മൂസ മുർഷിദൻ, മൂസാ നബി അലൈഹി സ്വലാമിനെ തൗറാത്ത് കൊണ്ട് സന്ദേശം പറഞ്ഞേക്കാൻ അയച്ചു. അപ്പോൾ മൂസാ നബിനെ പറഞ്ഞയച്ചതും മൂസാ നബീനെ അധ്യാപകനായി നിയോഗിച്ചതും അള്ളാഹു. വബിനൽ ബത്തൂലി, ബിനുൽ ബത്തൂൽ എന്ന് മറിയം ബീവിയുടെ പേരാണ്. മറിയം ബീവിക്ക് പറയുന്ന ഒരു അറബി പ്രയോഗമാണ്. ഫഅല്ലിമിൽ ഇഞ്ചില. ഇബ്നുൽ ബത്തൂൽ മറിയം ബീവിയെ അയച്ചു, അങ്ങനെ അവർ ഇഞ്ചിയിൽ പഠിപ്പിച്ചു. വഫജറുത യംബു അൽ ബയാനി മുഹമ്മദൻ, വിശദീകരണത്തിൻ്റെ ഉറവയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചു. അത് പ്രയോഗിക്കുകയാണ്. ഫജറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുവി പൊട്ടി ഒലിക്കുന്നതിനാണ് അരുവി, അല്ലെങ്കിൽ അതുപോലെയുള്ള നദികളൊക്കെ ഉറവ എടുക്കുന്നതിനാണ് ഫജറ എന്ന് പറയാം. യംബു എന്ന് പറഞ്ഞാൽ അരുവി. അപ്പോൾ യംബു ഉൽ ബയാൻ എന്ന് പറയുന്നത് വിശദീകരണത്തിൻ്റെ, ബയാൻ്റെ ഉറവിടം എന്ന് പറയുന്നത് റസൂലുള്ളാഹിനെ വിശേഷിപ്പിച്ച് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നിയോഗിച്ചത് അള്ളാഹുവേ നീ. ഫസഖൽ ഹദീസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസ് കുടിപ്പിച്ചു. ഒക്കെ ഭയങ്കര പ്രയോഗങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യം ഉപമിച്ചത് ഒരു അരുവിയോടാണ്. ആ അരുവിയിൽ നിന്ന് ഹദീസ് കുടിച്ചു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഫ്വാല് പ്രവർത്തനങ്ങൾക്കാണല്ലോ ഹദീസ് എന്ന് പറയുന്നത്. വനാവല, കൈമാറ്റം ചെയ്തു. തൻസീല, തൻസീൽ എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഖുർആൻ. അപ്പോൾ മുഅല്ലിമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസും ഖുർആനുമായി അയച്ചു. മൂസാ നബി അലൈഹി സ്വലാമിനെ തൗറാത്തുമായി അയച്ചു. ഈസാ നബിയെ ഇഞ്ചീലുമായി അയച്ചു. ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് സന്ദേശങ്ങൾ അയച്ച് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് നന്മയിലേക്ക് പ്രവേശിപ്പിക്കാൻ, അല്ലെങ്കിൽ നന്മയിലേക്ക് കൊണ്ടുവരാൻ മുഅല്ലിമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പലരെയും നിയോഗിച്ചു. അവരൊക്കെ ചെയ്തത് തഅല്ലീം, അവരൊക്കെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അവരൊക്കെ മുഅല്ലിമീങ്ങളായിരുന്നു, അവരൊക്കെ അധ്യാപകരായിരുന്നു. അവരോട് കിടപിടിക്കുന്നവരാണ് ഓരോ അധ്യാപകരും. എല്ലാ അധ്യാപകർക്കും നന്മ ഭവിക്കട്ടെ. അസ്സലാമു അലൈക്കും.